അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ സിബി മലയിൽ അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് ഒരു യാത്രയിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാവാത്തത്. ഇവിടെ ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഡയറക്ടേഴ്സ് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ജാഫറുണ്ട്, ഭാരവാഹികളുണ്ട്. എല്ലാവരും ഇരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാനിത് നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഫെഫ്ക ഏതാണ്ട് 8ഓളം ട്രേഡ് യൂണിയനുകൾ, ഫെഫ്കയുടെ ട്രേഡ് യൂണിയനുകളെ ഈ റിപ്പോർട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ വിശകലന റിപ്പോർട്ടിന്റെ ആമുഖം നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ അതിന്റെ 21 അംഗ സംഘടനകളെയും അതിന്റെ ഭരണസമിതികളെ വിളിച്ചുകൂട്ടി ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായവും കേട്ട്, കൂടാതെ ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ വനിതകളുടെ ഒരു യോഗം നടത്തി അവരെയും കേട്ടതിന് ശേഷം വളരെ വിശദമായിട്ട് ഒരു ചർച്ചകൾക്ക് ശേഷം നിങ്ങളെ കാണാം, എഴുതി തയ്യാറാക്കിയ ഒരു അവലോകന രേഖയുമായി നിങ്ങളെ കാണാം എന്നുള്ളതായിരുന്നു ഫെഫ്കയുടെ നിലപാട്. അത് ഇപ്പൊ പൂർത്തിയായിരിക്കുന്നു. അതിൻ പ്രകാരം ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഫെഫ്കയുടെ സ്ത്രീകളുടെ യോഗം നടന്നത്. സെപ്റ്റംബർ 2 അതിന് 6 യൂണിയനുകളുടെ 7 യൂണിയനുകളുടെ യോഗം നടന്നു. സെപ്റ്റംബർ 3-ാം തീയതി 6 യൂണിയനുകളുടെ, സെപ്റ്റംബർ 4-ാം തീയതി ബാക്കിയുള്ള യൂണിയനുകളുടെ യോഗം, ഏതാണ്ട് 8 യൂണിയനുകളുടെ യോഗങ്ങൾ നടന്നു. അതിൽ നിന്നും ഉള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യ ഘട്ടത്തിലാണ് അത് പറയുന്നത്. ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങള് വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിന്റെ 14-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. The committee then decided to contact individuals in cinema personally. അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് of both men and women in cinema whom we propose to meet എന്നാണ് പറയുന്നത്. whom we propose to interact with എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ആളുകളാണ്, ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്? ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല? മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ 8000 പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അന്ന് എനിക്ക് തോന്നുന്നു 5000 ശിഷ്ടം ആളുകളാണ്
ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത്. 700 സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഫ്ക. എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു ഇമെയിലായിട്ട്, ഒരു ക്വസ്റ്റ്യനെയർ ആയിട്ട് മാറ്റുകയും ആ ക്വസ്റ്റ്യനെയർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ക്വസ്റ്റ്യനെയർ ആക്കി മാറ്റി, എന്നിട്ട് ആ ക്വസ്റ്റ്യനെയർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. 12ാം പേജ് കണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഇതേ രീതിശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായില്ല? ഈ ക്വസ്റ്റ്യനെയർ ഞങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങളുടെ 21 സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും. അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേനെ. WCC ചെയ്തതുപോലെ എന്തുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിന്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനെയർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത്? ഇനി അടുത്തത് നോക്കൂ. സി എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട്, 2 group meetings were held with the members of WCC who responded to the questionnaire belonging to different categories of women in cinema. ഹേമ കമ്മിറ്റി ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് WCC അംഗങ്ങളുടെ. ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് ഞങ്ങളുടെ WCC അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്താണ് അതിന്റെ മാനദണ്ഡം? ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന, അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? അപ്പൊ ഒരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് വെയർ ക്രിയേറ്റഡ് ഫോർ വിമൻ. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്നും വേണ്ട, ശ്രീ ഷിബു സുശീൽ ഇവിടെയുണ്ട്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി സെവനാസ് മോഹൻ ആയിരുന്നു. ആ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. മലയാള സിനിമയിൽ 40-45 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സെവനാസ് മോഹൻ. അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ കുറിച്ചാണ്. സെവനാസ് മോഹനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല? അത് മാത്രമല്ല, ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പോയപ്പോൾ, ഞാനത് ഈ അവലോകന രേഖയിൽ ചേർത്തിട്ടുണ്ട്, ഞാൻ കമ്മിറ്റി മുമ്പാകെ പോയപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെ എങ്കിലും നിങ്ങൾ കേൾക്കണം. അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും, സമയമാവുമ്പോൾ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊന്ന്, ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനെ കുറിച്ച് ഒരു പരാമർശം 47ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനിലെ 2 വനിതകളെ വിളിച്ചു. അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങളെ അവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കത്തക്ക വിധത്തിൽ ആ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഈ കമ്മിറ്റി ആ മൊഴിയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത് നിങ്ങൾ നോക്കണം. To repeated questions from all angles, they repeated that they had no problem. From other inputs which we have during our study, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. From other inputs which we have during our study, we formed an opinion that they were deliberately suppressing the relevant information from the committee. അവർ കമ്മിറ്റിയിൽ നിന്നും മനഃപൂർവ്വം വസ്തുതകൾ മറച്ചു വെക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് ഈ വിവരങ്ങൾ? ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പോയ ഒരു പെൺകുട്ടി ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ ഈ വിശകലന രേഖയിൽ ചേർത്തിട്ടുണ്ട്. അവർ പറയുന്നത് അവരെ പല ആവർത്തി ഒരു
കമ്മിറ്റി ലക്ഷ്യമാക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്കത് പറയേണ്ടി വന്നില്ല. ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ, തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഡാൻസേഴ്സിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ വേതനം കൂടുതൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും. നിങ്ങൾക്ക് തിരക്കാം, സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം, ഒരേ ഒരു ഭാഷ മലയാളമാണ്, കേരളമാണ്. ഈ വസ്തുതയെങ്കിലും ഡാൻസേഴ്സ് യൂണിയന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചറിയേണ്ടതല്ലായിരുന്നു. ഇനി ഈ മൊഴികളെ മുൻവിധിയോടെ അവിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഥാപക അംഗത്തെ കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാർത്ഥയാണെന്നും അവർക്ക് സിനിമകൾ ചെയ്യാനാണെന്നും ഈ കമ്മിറ്റി പറഞ്ഞു. ഒരു ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള പഠന കമ്മിറ്റിയാണ്. ആ ഒരു പഠനം നടത്തുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് അവരുടെ മനസ്സ് തുറന്നപ്പോൾ അതിൽ ദുഷ്ടലാക കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തും. അടുത്തത് തൊഴിലിടത്തിലെ ലൈംഗിക അതിക്രമം എന്ന വിഷയമാണ്. ഇത് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും മേജർ കൺസേൺ ആണ്. ഏറ്റവും കൂടുതൽ പേജുകൾ അവരെടുത്തിരിക്കുന്നു ഇതിനാണ്. അപ്പൊ ഞങ്ങളുടെ അംഗസംഘടനകളിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പല സമീപനങ്ങളുണ്ടായി. എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയും ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇതെല്ലാം ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ചർച്ചകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടലുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഒരുപക്ഷെ ഈ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്ന മുതൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നവരെയുള്ള ഇടവേളയിൽ കാര്യമായിട്ട് അതിന്റെ തോത്, അതിന്റെ ഒരു തീക്ഷ്ണത കുറഞ്ഞിട്ടുണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനവും അത് സൃഷ്ടിച്ച അവയർനെസ്സും ഒക്കെ ഇതിന് കാര്യമാണ്. ചിലര് പറയുന്നുണ്ട്, നാളുകൾക്ക് മുമ്പിൽ നടന്ന ഒരു ലൈംഗികാതിക്രമത്തെ എന്തിനാണ് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറക്കുന്നത്? അതിനെയും ഏറ്റവും ആദരവോടെയും വാലിഡിറ്റിയോടും കൂടി കാണാനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ലൈംഗിക അതിക്രമം നേടുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വർഷങ്ങൾ ഉള്ളിൽ ഊറിക്കൂടുന്ന ഒരു ട്രോമ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് വെളിയിലേക്ക് വരുന്നത്. അതിനെയും നമ്മൾ ആദരവോടെ കാണണം. എന്തായാലും ഈ സംസാരിക്കുന്ന സ്ത്രീയെ ഭയപ്പെടുന്നുണ്ട് സംസ്കാരവും എല്ലാ വ്യവഹാരങ്ങളും. അപ്പൊ സംസാരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു ഏജൻസി രൂപപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. ആ തുറവിക്ക്, ആ ഓപ്പൺനെസ് സാധ്യമാക്കിയതിന് WCCക്ക് വലിയ പങ്കുണ്ട്. WCCയുടെ ആ പങ്കിനെ വലിയ ആദരവോടെയാണ് ഞങ്ങൾ കാണുന്നത്. സ്ത്രീകൾ ഒന്നിച്ചു ചേരുന്നു, അവർക്കിടയിൽ സമ്മേളനം നടത്തുന്നു, അതവരെ എംപവർ ചെയ്യുന്നു, അവർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. അപ്പോ സ്ത്രീകൾ സംസാരിക്കുന്നതിനെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഒരു ചർച്ചയാക്കുന്നതിന് ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഒരു സംവാദ മാതൃക രൂപപ്പെടുത്തുന്നതിൽ WCCക്കുള്ള സ്തുത്യർഹമായ പങ്കിനെ ഫെഫ്ക ആദരപൂർവ്വം കാണുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതി കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ കണ്ടു കാണും, അവർ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്, ഓൾ മെൻ ആർ നോട്ട് ബാഡ് എന്ന് പറയുന്നുണ്ട്. എല്ലാ പുരുഷന്മാരും, സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചീത്തയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഈ റിപ്പോർട്ടിന്റെ തന്നെ ഒരു പാട്രിയാർക്കൽ ആങ്സൈറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. റിപ്പോർട്ടിന് തന്നെ ഒരു ആണധികാരത്തിന്റെ ആങ്സൈറ്റി ഉണ്ട്. അയ്യോ, ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ആണുങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് വായിക്കപ്പെടുമോ എന്നുള്ള റിപ്പോർട്ടിന് തന്നെ ഒരു ഉത്കണ്ഠയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സിനിമയിൽ എത്ര നല്ല ആണുങ്ങളുണ്ട്, ചീത്ത ആണുങ്ങളുണ്ട് എന്നുള്ള കണക്കെടുപ്പല്ല ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ റിപ്പോർട്ടിലെ തുടർ ചർച്ചകളും അങ്ങനെയല്ല. അതിന് ഞങ്ങൾക്ക് സത്യത്തിൽ എന്താണത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഒരു ഛായാഗ്രാഹകന്റെയും ഒരു സംവിധായകന്റെയും സ്ത്രീകളോടുള്ള ഉദാത്തമായ പെരുമാറ്റത്തെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഛായാഗ്രാഹകനും ഒരു സംവിധായകനും ഉദാത്തമായി പെരുമാറി എന്ന് ഇതിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ
ഇവിടെ പ്രശ്നമുള്ളൂ. അങ്ങനെ പെരുമാറുന്ന അനവധി ആളുകളുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പിഴവ് ആവർത്തിക്കലായിരിക്കും. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് പറയുന്നതിൽ കാസ്റ്റിംഗ് കോളാണ് പ്രധാനമായിട്ട് ആദ്യമായി പറയുന്ന ഒരു സംഗതി. അത് ഈ 5 വർഷത്തെ പ്രവർത്തനം വളരെ ഫലവത്തായിരുന്നു. കാരണം ഇപ്പൊ കാസ്റ്റിംഗ് കോൾ എന്നുള്ളത് ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും നിയന്ത്രണത്തിലാണ്. അവിടെ അറിയിക്കാത്ത, ഓഥന്റിക് അല്ലാത്ത ഒരു കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓഡീഷൻ പ്രക്രിയയും മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജാഗ്രത വേണം. അടുത്തത്, സിനിമയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയുണ്ട് എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി, ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, ഫെഫ്കയുടെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഇവിടെ ആയ ഷിബു ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവരുടെ യൂണിയനുമായി അത് വളരെ കർശനമായി ചർച്ച നടത്തി. ഇവർ പറയുന്നത് ഇന്ന് സജീവമായി നിൽക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് അത്തരത്തിലുള്ള പ്രമാദങ്ങൾ വരുത്തുന്നതായി ഇവർക്ക് അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി ഏതെങ്കിലും കോണറിൽ നിന്ന് ഉയരുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ അംഗത്തിനെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തുടങ്ങിയവർ ഈ തൊഴിലിടത്തെ സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ യോഗത്തിലുടനീളം ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് ഞങ്ങൾ കാണുന്ന ഒരു മാർഗം, അത് അഡ്രസ് ചെയ്യാൻ കാണുന്ന ഒരു മാർഗം അവസാനം സംസാരിക്കും. ഈ ഫെഫ്ക ഫെഡറേഷന് മുമ്പിൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഈ ലൈംഗിക അക്രമം സംബന്ധിച്ച, അതൊരു കൊഗ്നിസിബിൾ ഒഫൻസിലേക്ക് പോകാത്ത രീതിയിലുള്ള ലൈംഗിക അക്രമത്തെ സംബന്ധിച്ചിട്ടുള്ള 2 പരാതികളാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, ഫെഡറേഷന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ 2ലും പരാതിക്കാരിക്ക് തൃപ്തികരമായ തീർപ്പുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെ ഒരു പരാതിയുടെ മുഴുവൻ വിവരങ്ങളും ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം കമ്മിറ്റിക്ക് ഫയലായി തന്നെ സമർപ്പിച്ചിട്ടുമുള്ളതാണ്. പക്ഷെ ചില യൂണിയനുകൾ ഈ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ, ആ യൂണിയനിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ പരാതി വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇത് കൈകാര്യം ചെയ്യാൻ വിധത്തെക്കുറിച്ച് അതിലെ സ്ത്രീകൾക്ക് ശക്തമായ വിമർശനമുണ്ട്. അപ്പൊ ആ യൂണിയന് തീർച്ചയായിട്ടും ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പഠിക്കുകയും ആ യൂണിയന് ഒരുപാട് കറക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തായാലും അടുത്ത 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഈ വിശകലന രേഖയിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു പത്രസമ്മേളനത്തിൽ അത് മുഴുവൻ പരാമർശിച്ച് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ആ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ച വേറെ 2 വിമർശനങ്ങളുണ്ട്. ഒന്ന്, അതിൽ സ്ത്രീകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായി അംഗത്വ കാർഡ് നൽകുന്നില്ല. മറ്റൊന്ന്, 35 വയസ്സ് എന്ന പ്രായപരിധി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 സംഗതികളും ഇപ്പോൾ അവരുടെ ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോ ആ യൂണിയനിൽ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്, ഒപ്പം 35 വയസ്സ് എന്ന പ്രായപരിധിയും ഇല്ല. എങ്കിലും ഇതിനകത്ത് ഒരു വലിയ സ്വയം വിമർശനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം 2014 ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എല്ലാ ഫെഡറേഷനുകളും, ഇന്ത്യയിലുള്ള എല്ലാ തൊഴിലാളി ഫെഡറേഷനുകളും സ്ത്രീകൾക്ക് അംഗത്വം നൽകണം എന്നുള്ളത്. 2014 അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ശേഷം പല സ്ഥലങ്ങളിലും ഏതാണ്ട് 5 വർഷം കൊണ്ട് അത് നടപ്പിലായപ്പോൾ ഫെഫ്കയിൽ നടപ്പിലാവാൻ 10 വർഷം വേണ്ടി വന്നു, 9 വർഷം വേണ്ടി വന്നു. അത് ഫെഫ്ക നേതൃത്വത്തിന്റെ, വിശിഷ്യ ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ തന്നെ വീഴ്ചയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അത് പലതവണ ആ യൂണിയനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടും ആ യൂണിയൻ അത് നടപ്പിലാക്കാത്തത് തീർച്ചയായും നേതൃത്വത്തിന് സംഭവിച്ച ഒരു പാളിച്ചയായി തന്നെ വേണം തിരിച്ചറിയാൻ. ആ വിമർശനം പൂർണ്ണമായ അർത്ഥത്തിൽ ഫെഫ്കയുടെ നേതൃത്വവും വിശിഷ്യ ജനറൽ സെക്രട്ടറിയും ഉൾക്കൊള്ളുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിലെ ജോലി കിട്ടാത്തതിനെ കുറിച്ചുള്ള ഒരു പരാതി വരുമ്പോൾ
അവരതിന് സൊല്യൂഷനായിട്ട് പറഞ്ഞിരുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഹെയർ സ്റ്റൈലിസ്റ്റ് ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തിയാൽ എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഈ ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിൽ ഫെഫ്റ്റയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഏതാണ്ട് എത്ര പേരുണ്ട് ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്? 400 പേര്, 600 പേരുണ്ട്. 500-ലധികമുണ്ട് ഫെഫ്റ്റയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അവരിൽ പലർക്കും ജോലിയില്ല. അപ്പൊ ഞങ്ങള് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ടേൺ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിച്ചു. സംവിധായകർക്കിടയിൽ നിന്ന് കനത്ത എതിർപ്പ് വന്നു. കാരണം അവരാണ് ഹാൻഡ് പിക്ക് ചെയ്യുന്നത് അവരുടെ അസിസ്റ്റൻസിനെ. അതുപോലെ തന്നെയാണ് ഒരു DOP, അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആര് വേണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ആ ഡയറക്ടർ എല്ലായിടത്തും ഒരു പ്രധാന സാങ്കേതിക പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെയോ സാങ്കേതിക പ്രവർത്തകരുടെയോ സഹായികളെ തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു ടേൺ സിസ്റ്റം ഈ യൂണിയനിൽ മാത്രമായി കൊണ്ടുവരുന്നതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അടുത്ത ജനറൽ ബോഡി അത് പരിശോധിക്കും. അതുപോലെ തന്നെ ആ യൂണിയനെ രണ്ടായി പകുത്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനും ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനും രണ്ടാക്കുന്നതിനെ കുറിച്ചൊരു നിർദ്ദേശം വരുന്നുണ്ട്. അതും സമയമെടുത്ത് പരിശോധിക്കും. അതിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് ബംഗാൾ സിനിമ സ്തംഭനാവസ്ഥയിലാണ്. കാരണം അവിടുത്തെ ഫെഡറേഷൻ FWICE എന്ന് പറയുന്ന ഫെഫ്റ്റയുടെ കൗണ്ടർ പാർട്ട് അവരവിടെ നിർബന്ധപൂർവം ടേൺ വ്യവസ്ഥ നടപ്പിലാക്കിയതിനെ അവരുടെ സംവിധായകർ എതിർത്തത് കൊണ്ടാണ് അവിടെ ഒരു വലിയ ക്രൈസിസ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതില് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി അടുത്തത് 15 അംഗ പവർ ഗ്രൂപ്പ്. ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാന സംഗതി 15 അംഗ പവർ ഗ്രൂപ്പ്. അപ്പോ ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. എന്തുകൊണ്ടാണ് ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 15 അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങൾ നിർബന്ധിക്കുന്നത്. കാരണം സിനിമയെ ഒരു നിഗൂഢ സംഘമായിട്ടിരുന്ന് എല്ലാ സംഘടനകളെയും അതിവർത്തിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് സിനിമയെ 15 പേര് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ഒരു അസാധ്യതയാണെന്നാണ് ഫെഫ്റ്റയുടെ 21 യൂണിയനുകൾ കണ്ടത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പവർ ഗ്രൂപ്പ്, മാഫിയ തുടങ്ങിയ നരേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വിദഗ്ധമായി സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള സംവാദങ്ങളിലും കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ നരേറ്റീവ് ആവർത്തിക്കപ്പെടുന്നുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങളോടുള്ള നരേറ്റീവാണത്. എങ്ങനെയാണ് ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഇപ്പോ ഞങ്ങളുടെ വിശകലനത്തില് കണ്ടെത്തിയ ഒരു കാര്യം, ഈ പവർ ഗ്രൂപ്പ് മാഫിയ എന്ന് പറയുന്നതിന് ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പലപ്പോഴും ഇതിനകത്ത് വരുന്നത്. ഒരു മെറ്റഫറായിട്ട് മാറുകയാണ്. അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു വ്യക്തിക്ക് ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു അവരത്തെ ഇപ്പൊ സൃഷ്ടിക്കുന്നു. ഇതിന് കാരണം ഒരു പവർ ഗ്രൂപ്പാണ് എന്ന് പറയും. എനിക്ക് 4ഓളം പടങ്ങൾ നഷ്ടപ്പെട്ടു, അതിന് കാരണം ഒരു പവർ ഗ്രൂപ്പാണ്. ഏത് പവർ ഗ്രൂപ്പാണ് അറിയില്ല. അപ്പോ ഇത് അവ്യക്തത മാറേണ്ട ഒരു സംഗതിയാണ്. വേണ്ടി വന്നാൽ നിയമപരമായി ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഒരു ആലോചന നടക്കുന്നുണ്ട്. എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഒപ്പം ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്റ്റയെ ഈ റിപ്പോർട്ടിൽ ചിത്രീകരിച്ചത് അങ്ങേയറ്റവും ദൗർഭാഗ്യകരമായ രീതിയിലാണ്. ഒരു നടനാണ് ഫെഫ്റ്റയെ ഉണ്ടാക്കിയത് എന്നുള്ള പരാമർശം ഇതിനകത്ത് വരുന്നുണ്ട്. അതൊരു സാക്ഷിമൊഴിയാണ്. കൃത്യമായ ലക്ഷ്യങ്ങളിലൂടെ നടത്തിയ സാക്ഷിമൊഴിയാണ്. ഇതേ സാക്ഷിമൊഴി ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും പല മാധ്യമ ചർച്ചകളിലും ഞങ്ങൾ കേട്ടു. ഒരു നടനാണ് ഫെഫ്റ്റയെ നിർമ്മിച്ചെടുത്തത് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ 8000 തൊഴിലാളികളുണ്ട് ഫെഫ്റ്റയിൽ. 1000 തൊഴിലാളികളിൽ നിന്ന് ആരംഭിച്ചതാണ്. 21 യൂണിയനുകളുണ്ട്. 17 യൂണിയനുകളിൽ നിന്ന് ആരംഭിച്ചതാണ്. ഇവർക്കൊന്നും യാതൊരു ഇച്ഛാശക്തിയും, ഇവർക്ക് ഇതിന് ഒരു തൊഴിലാളി വർഗ ബോധവുമില്ല. എവിടെ നിൽക്കണം, എങ്ങനെ സംഘടന രൂപീകരിക്കണം, ഏത് ഫെഡറേഷനിൽ ഭാഗമാകണം, ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഒരു വിവേചനവും അധികാരവും ഇല്ലാത്ത അടിമക്കൂട്ടങ്ങളായിട്ട് തൊഴിലാളികളെ കാണുന്നവർക്ക് മാത്രമേ ഒരു നടൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ് ഒരു തൊഴിലാളി സംഘടന എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് യഥാർത്ഥ തൊഴിലാളി വിരുദ്ധത എന്ന് പറയേണ്ടത്.
അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം, മഹാപാതകം പോലെ CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ട സംഘടനയാണ് ഫെഫ്ക എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതേ പരാമർശം ഈ റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷവും ഞങ്ങൾ കേട്ടു. എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? അങ്ങേയറ്റം ട്രേഡ് യൂണിയൻ വിരുദ്ധമായ ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ആക്ട് ഉണ്ടാവുന്നതിന് മുമ്പുള്ള MRTP ആക്ടിൽ കൃത്യമായും തൊഴിലാളി യൂണിയനുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ട്രേഡ് യൂണിയൻസ് ആർ എക്സംപ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. കോമ്പറ്റീഷൻ ആക്ട് ആയിട്ട് മാറിയപ്പോൾ ആ ക്ലോസ് അവരെടുത്ത് മാറ്റി. കളക്റ്റീവ് ബാർഗെയിനിങ്, ഒരുമിച്ച് നടത്തുന്ന വിലപേശലിനെ ഏറ്റവും വലിയ പാപമായി കാണുന്ന ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട്. ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനാണോ ഫെഫ്ക? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ അതിന്റെ ചരിത്രം എന്താണെന്ന്. അതിന്റെ ആദ്യത്തെ ഭാരവാഹിയാണോ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും ഡയറക്ടേഴ്സ് യൂണിയന്റെ ഭാരവാഹികളും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ഭാരവാഹികളും? ഒന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, കോമ്പറ്റീഷൻ ആക്ടിനെ ചെറുത്തുകൊണ്ട് ഒരു പിഴശിക്ഷ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അത് തന്നെയാണ് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിലെ ഫെഫ്കയുടെ കരുത്തെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫെഫ്കയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഒന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. കാരണം മലയാള സിനിമയിൽ നടക്കുന്ന വ്യവഹാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അത് ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, WCC അംഗങ്ങളെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ അത് വളരെ ഗൗരവമായിട്ടാണ് പരിശോധിച്ചത്. ഞങ്ങളുടെ 21 യൂണിയനുകളും അത് ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട യൂണിയനുകളിലെല്ലാം ഞങ്ങൾ ചോദിച്ചു, അങ്ങനെ ഒരു നിർദ്ദേശം ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊടുക്കുന്നുണ്ടോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ? അപ്പോ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഡാറ്റ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. WCC അംഗങ്ങൾ, ഉദാഹരണമായിട്ട് ശ്രീമതി പാർവതി തിരുവോത്ത് 2006 തന്റെ കരിയർ അഭിനയിച്ച നാള് മുതൽ 2018 WCC നിലവിൽ വരുന്നതുവരെ 11 സിനിമകളിലും ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം 11 ചിത്രങ്ങളിലും അഭിനയിച്ചു എന്നുള്ളതാണ്. തന്നെയല്ല, ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ അനവധി പേർ ഇവരെ വെച്ച് സിനിമ ചെയ്യാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കിട്ടാറില്ല. ഇനി കിട്ടിയാൽ തന്നെ അവർക്ക് തിരക്കഥ അവർക്ക് ചെയ്യണം എന്നൊരു താല്പര്യം അവർക്ക് തോന്നണം. റെമ്യൂണറേഷൻ, മറ്റു പല കാര്യങ്ങളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കാതെ പോയിട്ടുണ്ട്. അതിന്റെ എല്ലാം വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് യൂണിയനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് സജിൻ ബാബു, ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഇനിയും റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായിക ശ്രീമതി ദീമ കല്ലിങ്കലാണ്. ഫെഫ്കയ്ക്ക് എന്നൊരു നിലപാടുണ്ടെങ്കിൽ ഇതുവല്ലം സാധ്യമാവും. എന്റർടൈൻമെന്റ് ട്രൈബ്യൂണലിനെ കുറിച്ച് ഒരു നിർദ്ദേശമായിട്ട് തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ആവശ്യമുണ്ട് എന്നുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി വന്നപ്പോൾ ഒരു റെഗുലേറ്ററി അതോറിറ്റി വേണം എന്നുള്ളൊരു നിലപാട് ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഒരു ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇപ്പോൾ ലേബർ കമ്മീഷണർ, ലേബർ കോടതി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിലുള്ള നിയമങ്ങളാണ്, ലേബർ നിയമങ്ങൾക്കുള്ളിലാണ് ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്നെല്ലാം വിടർത്തി മാറ്റി പുതിയ ഒരു ബോഡിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ എന്താ പറയേണ്ടത് നിയമവ്യവഹാരങ്ങളും പുതിയൊരു ട്രൈബ്യൂണലിലേക്കോ ഒരു അതോറിറ്റിയിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ വലിയ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അത് ആ ട്രൈബ്യൂണലിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, അതിന്റെ ജൂറിസ്പ്രൂഡൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് നയരൂപീകരണ സമിതിയുമായി സംസാരിക്കാം എന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൊക്കേഷനിലെ ഭക്ഷണ വിവേചനമാണ്. ആ ഭക്ഷണ വിവേചനം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വഴിയെ ചർച്ച ചെയ്യാം. വനിതാ പ്രാതിനിധ്യം സിനിമയിൽ പറയുന്നുണ്ട്.
ഈ വനിതാ പ്രാതിനിധ്യത്തില് ഞങ്ങൾക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ 20% ഉയർത്തണം എന്നുള്ളതാണ് ഫെഫ്കയുടെ തീരുമാനം, സിനിമയിലെ വനിതാ പ്രാതിനിധ്യം. അപ്പൊ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഞങ്ങൾ അംഗത്വത്തിൽ പരമാവധി ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഇളവ് നൽകിക്കൊണ്ട് അവരെ സിനിമയിലേക്ക് കൊണ്ടുവരാനും കൂടെ പ്രവർത്തിപ്പിക്കാനും അവരെ സ്വതന്ത്ര സംവിധായകരോ സ്വതന്ത്രമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രവർത്തകരോ ആക്കി മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് തുടങ്ങും എന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ മുമ്പോട്ട് വെച്ച ആശയമാണ്. അത്തരത്തിലുള്ള ക്യാമ്പുകളെ കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എഗ്രിമെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിവേചനം ഞാൻ ഞങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ പറയാം. ഈ എഗ്രിമെന്റുകൾ എന്നുള്ളതിൽ ഇതും കമ്മിറ്റി കാണാതെ പോയൊരു കാര്യമാണ്. 2008 മുതൽ അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് കൃത്യമായ വേതന കരാർ മലയാളത്തിൽ നിലനിൽക്കുന്നുണ്ട്. 5ാമത്തെ വേതന കരാറാണ് ഇപ്പൊ നടപ്പിലായിരിക്കുന്നത്. ആദ്യത്തെ വേതന കരാറിൽ 60% വേതന വർധനവ്. ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിലെ റെക്കോർഡാണ്. ആദ്യ വേതന വർധനവ് 2008 നടത്തിയപ്പോൾ 60% വേതന വർധനവ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 20 അല്ലെ? കഴിഞ്ഞ വർഷം 20% വേതന വർധനവായി കിട്ടിയത്. അതിനെ നമുക്ക് 1 വർഷവും കൂടിയുണ്ട് ആ വേതന കരാറിന്റെ കാലാവധി. അപ്പോ അടിസ്ഥാന വർഗ തൊഴിലാളികളെ സംബന്ധിച്ചോളം, ഡാറ്റ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചോളം വേതന കരാർ നിലവിലുണ്ട്. മറ്റ് സാങ്കേതിക പ്രവർത്തകർക്ക് ഞങ്ങൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സംവിധായക യൂണിയനും എഴുത്തുകാരുടെ യൂണിയനും ഒക്കെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിർമ്മാതാക്കൾക്കും. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ് ചീഫ് ടെക്നീഷ്യൻസിന് വേറെ മാതൃക നടപ്പിലാക്കാൻ തുടങ്ങി. അതിന്റെ കൂടെയാണ് കോർപ്പറേറ്റുകളുടെ കടന്നുവരുന്നത്. കോർപ്പറേറ്റുകൾ വന്നപ്പോൾ അവരുടെ എഗ്രിമെന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത എഗ്രിമെന്റുകളാണ്. അത് വിശേഷിച്ചും മറ്റു റൈറ്റുകൾ OTT ഒക്കെ വിറ്റുപോകുന്ന സാഹചര്യത്തിൽ അതും കൂടി അഡ്രസ് ചെയ്യുന്ന പോലത്തെ എഗ്രിമെന്റുകളാണ് കോർപ്പറേറ്റുകൾ കൊണ്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 6 മാസക്കാലമായി നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഫെഫ്കയുമായി നിരന്തരം ചർച്ച നടത്തുകയും ഡയറക്ടേഴ്സ് യൂണിയൻ, റൈറ്റേഴ്സ് യൂണിയൻ, ക്യുമാക് അതായത് ഛായാഗ്രാഹകരുടെ യൂണിയൻ, എഡിറ്റേഴ്സ് യൂണിയൻ, 4 യൂണിയനുകളുടെ എഗ്രിമെന്റിന്റെ മാതൃക ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അത് നിലനിൽക്കും. ശേഷിച്ച ക്രാഫ്റ്റുകൾ അടുത്ത 3-4 മാസത്തിനുള്ളിൽ, പരമാവധി 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് കരുതുന്നത്. എഗ്രിമെന്റുകൾ നിലവിൽ വരുന്നതോടുകൂടി അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ദയവ് ചെയ്ത് എല്ലാവരും വിശദമായി ഇത് വായിച്ചു നോക്കുക. ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രധാനമായും ആരോഗ്യ സുരക്ഷാ പദ്ധതിയെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ റിപ്പോർട്ട് നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലും സിനിമാ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന, പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. അത് ആരോഗ്യവും രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് സംസാരിക്കുന്നതേയില്ല. ഞങ്ങൾ ആരംഭകാലം മുതൽ യൂണിയനുകൾക്കുള്ള പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് ആളുകളുടെ രോഗചികിത്സയ്ക്ക് വേണ്ടി ധനം വിനിയോഗിക്കുന്നുണ്ട്. ചില പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. പക്ഷെ പോകെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രായോഗികമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ 6 മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു തയ്യാറെടുപ്പോടെ ഇന്ത്യൻ സിനിമയിലാദ്യം, ശ്രീ കമൽഹാസൻ പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ ആദ്യമായിട്ടാണെന്നാണ് ശ്രീ കമൽഹാസൻ പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയും സഹായമില്ലാതെ ഞങ്ങളുടെ മാത്രം പരിമിതമായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആൾക്ക് 1 വർഷം 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 3000 രൂപയാണ് അടയ്ക്കേണ്ടത് കോമൺ പൂളിലേക്ക്. പക്ഷെ അത് മുഴുവനും മിക്ക യൂണിയനുകളുമാണ് അടയ്ക്കുന്നത്, വ്യക്തികളല്ല അടയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അത്ര ഗംഭീരമായിട്ട് ആരോഗ്യ സംബന്ധിയായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത ഒരു ട്രേഡ് യൂണിയനാണ് ഫെഫ്ക എന്ന് പറയും. ഇതെല്ലാം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുന്നത് ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷം നടന്ന ചർച്ചകളിൽ ഇതൊന്നും പരാമർശിച്ചിട്ടേയില്ല. ഇത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്ന ഒരു തൊഴിലിടമാണ് മലയാള സിനിമ എന്നുള്ളത് ആരും പരാമർശിച്ചതായി കണ്ടില്ല. ഒപ്പം
അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അധ്വാനത്തിന്റെ സമയമാണ്, ജോലി സമയമാണ്. ഇപ്പൊ 15 മണിക്കൂർ വരെ ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട് ചലച്ചിത്ര പ്രവർത്തകർ. 6 മണിക്ക് ലൊക്കേഷനിൽ ചെല്ലും. ഈ ട്രെയിനും ലൈറ്റും ഒക്കെ ആയിട്ട് ഭക്ഷണ സാധനങ്ങളുമായിട്ട് 6 മണിക്ക് ചെല്ലും. എല്ലാവരും അസംബ്ലി. പ്രധാനപ്പെട്ട നടനോ നടിയോ വരുന്നത് 11 മണിക്കായിരിക്കും, 10-11 മണിക്കായിരിക്കും. അപ്പൊ ഈ 5 മണിക്കൂർ ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇനി അതങ്ങനെ പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 1-ാം തീയതി തീരുമാനിച്ചതാണ് അടുത്ത വേതന കരാറിൽ പുതിയ കോൾ ഷീറ്റ് വ്യവസ്ഥ നിലവിൽ വരണം എന്നുള്ളതാണ് ഫെഫ്കയുടെ നിലപാട്. അടുത്ത സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കോൾ ഷീറ്റ് വ്യവസ്ഥയും വേതന വ്യവസ്ഥയും പാടെ നവീകരിച്ചുകൊണ്ട് പുതിയ ഒരു കോൾ ഷീറ്റ് വ്യവസ്ഥ നിലവിൽ വരും. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളുമായി ഞങ്ങൾ അനൌദ്യോഗികമായി ചർച്ച ചെയ്തു. അവർക്ക് 100 വട്ടം സമ്മതമാണ്. അവർക്കും ഇതറിയാം. ഈ 6 മണിക്ക് ആളുകൾ വന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു 9 to 9 കോൾ ഷീറ്റ് ഒക്കെ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂറിനും ഓവർ ടൈം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. പക്ഷെ ഇതിന്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 21 യൂണിയനുകളും അവരുടെ ഭാഗത്തു നിന്ന് എപ്രകാരം വേണം അധ്വാന സമയവും വേതനവും ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് നോട്ട് തരുന്നുണ്ട്. അതനുസരിച്ച് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ അടുത്ത 3 മാസങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യമാണ്. സിനിമാ ചിത്രീകരണത്തിന്റെ സ്ഥലത്ത് ICC രൂപീകരണത്തിൽ അതിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വന്നാൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ചിത്രീകരണവുമായി മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഗംഭീരമായിട്ട് അതിനകത്ത് ഇടപെടുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ICC എന്നുള്ളത് പേരിന് മാത്രമാണ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത്തരം സ്ഥലങ്ങളിൽ ICC രൂപീകരിക്കപ്പെടുന്നുണ്ട്, ICCയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, പ്രവർത്തനം ഫലപ്രദമാണ് എന്നറിഞ്ഞാൽ മാത്രമേ ചിത്രീകരണമായി മുമ്പോട്ട് പോവുകയുള്ളൂ. ഈ ICC അംഗങ്ങളുടെ നമ്പറുകൾ പലപ്പോഴും കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറകിലായിരിക്കും ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകരുടെയും നടീനടന്മാരുടെയും കോമൺ ഗ്രൂപ്പുണ്ട്. അവരുടെ ഈ മറ്റ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കേണ്ട കോമൺ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിർബന്ധമായും ഈ നമ്പറുകൾ ഷെയർ ചെയ്യണം എന്നുള്ള കർശനമായ നിർദ്ദേശം ഫെഫ്ക പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്കും ICC നമ്പറുകൾ കൈമാറേണ്ടതാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിൽ ICC അംഗങ്ങളുടെ ഫോൺ നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് ഫിലിം എക്യുപ്മെന്റ് ആൻഡ് സ്റ്റുഡിയോ ഓണേഴ്സ് അസോസിയേഷന് നിർദ്ദേശം നൽകി അവരത് അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. സിനിമ ചിത്രീകരണ സമയത്തും അല്ലാതെ തൊഴിൽപരമായി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ, ഭീഷണികൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർ ഉൾപ്പെടുന്ന യൂണിയന്റെ ജനറൽ സെക്രട്ടറിമാരോട് പറയുന്നതിന് പലപ്പോഴും അവർക്ക് വിമുഖതയുണ്ടാവാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ മാത്രമടങ്ങുന്ന 24/7 പ്രവർത്തിക്കുന്ന ഒരു പരാതി പരിഹാര സെൽ ഫെഫ്ക രൂപീകരിച്ചിരിക്കുന്നു. സ്ത്രീകൾ മാത്രമേ അതിനകത്തുള്ളൂ. അവരുടെ ഫോൺ വാട്സപ്പ് നമ്പർ 8590599946. ഈ നമ്പറിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും പരാതി പറയാം. സെപ്റ്റംബർ 25 മുതൽ ഇത് നിലവിൽ വരും. ഈ പരാതി അവർ കേട്ടുകഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണോ ഇത് നടന്നിരിക്കുന്നത് അവിടുത്തെ ICCയുമായി ബന്ധപ്പെടും. പരാതിക്കാരിയെ നേരിട്ട് വിളിക്കും, പരാതിക്കാരിയോട് സംസാരിക്കും. ഫെഫ്ക ജനറൽ സെക്രട്ടറിയെ വിവരം ധരിപ്പിച്ച് എത്രയും പെട്ടെന്ന് അടുത്ത നടപടിയിലേക്ക് കടക്കും. പരാതി ഉന്നയിക്കുന്നവരുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷ ഉറപ്പുവരുത്തും. ആവശ്യമെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം പരാതി പരിഹാര സെൽ തേടുന്നതാണ്. പരാതിയിൽ സൂചിപ്പിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവം വിലയിരുത്തി ആവശ്യമെന്ന് കണ്ടാൽ പരാതിക്കാരിക്ക് നിയമ നടപടിക്ക് വേണ്ട എല്ലാ സഹായവും ഫെഫ്ക തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ ട്രേഡ് യൂണിയൻ തലത്തിലുള്ള പ്രശ്ന പരിഹാരം ഇനിമേൽ ഉണ്ടാവുന്നതല്ല. തുടർ നടപടിക്കായി നിയമപാലകരുടെ സഹായം ഞങ്ങൾ തേടുന്നതാണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തി ഫെഫ്ക അഫിലിയേറ്റ് ചെയ്ത ഏത് യൂണിയനിൽ അംഗമാണെങ്കിലും കുറ്റകൃത്യം പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടാൽ 1 വർഷം സസ്പെൻഷൻ. ആ 1 വർഷം സസ്പെൻഷൻ 2 വർഷമായി ദീർഘിപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിക്കുന്ന യൂണിയന്റെ ജനറൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നതാണ്. ഒരു വനിതാ അംഗം പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ തൊഴിൽ തടസ്സം സൃഷ്ടിക്കുകയോ നേരിട്ടോ പരോക്ഷമായോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയോ
തുടങ്ങിയ കാര്യങ്ങൾ ഫെഫ്ക അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മുമ്പ് സൂചിപ്പിച്ച അതേ ശിക്ഷണ നടപടി അതിലും ബാധകമാവും. ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്നതിൽ മെറിറ്റ്, പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്, സാമ്പത്തികമായ ഘടകങ്ങളല്ലാതെ മറ്റു ഏതെങ്കിലും ഘടകങ്ങൾ പ്രവർത്തിച്ചതായി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് ഫെഫ്ക ജനറൽ സെക്രട്ടറിക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. സിനിമാ ചിത്രീകരണ സമയത്ത് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ അപര്യാപ്തത പലരും ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ടോയ്ലറ്റ്സും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് ആക്ടേഴ്സിനും പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകർക്കും അല്ലാതെ മറ്റുള്ളവർക്കായിട്ടുള്ള കാരവൻ സൗകര്യങ്ങളും നിർബന്ധമാക്കണമെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അവർ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഈ വിഷയം അടുത്ത ആഴ്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോ നിലവിൽ ലൊക്കേഷനുകളിൽ 30 കസേരയും 10 മേശയുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വലിയ ചിത്രങ്ങൾക്ക് ഇത് പര്യാപ്തമല്ല. ചിത്രങ്ങളുടെ വലിപ്പം അനുസരിച്ച് എണ്ണം നേരെ ഇരട്ടിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് ഇരിക്കാൻ കസേര കിട്ടുന്നില്ല എന്നുള്ള പരാതി വരുന്നത്. അപ്പൊ അത് നേരെ ഇരട്ടി എണ്ണം ആക്കാനും പറഞ്ഞു. ഭക്ഷണ വിവേചനം ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫെഫ്കയുടെ നിലപാടും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നിലപാടും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണം എന്നുള്ളതാണ്. 340 രൂപ 350 രൂപ പെർ ഹെഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ അതിന് വിവേചനം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൽ കൃത്യമായ വീഴ്ചകളുണ്ട്, അഴിമതികളുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോ ഇത് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഞങ്ങളും കൂടി ഇരുന്നിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെനു അടുത്ത മാസം മുതൽ സെറ്റ് ചെയ്യാൻ ആരംഭിക്കും. ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആയി പോകുന്നു. ഇതെല്ലാം കളഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു മെനു സെറ്റ് ചെയ്യുകയും എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതിൽ ചിലർക്ക് ഇപ്പൊ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കിട്ടുന്നില്ല എന്ന് ചിലരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ഒട്ടുമേ ഉണ്ടാകരുത് എന്നുള്ളതാണ് നിലപാട്. ഒപ്പം തന്നെ വിളമ്പുന്ന പാത്രത്തിലും കുടിക്കുന്ന ഗ്ലാസ്സിലും വിവേചനം പാടില്ല. സ്റ്റീൽ ഗ്ലാസ്, കുപ്പി ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റ്, കുപ്പി പ്ലേറ്റ്, ഇങ്ങനെയുള്ള വിവേചനം പാടില്ല. എല്ലാവർക്കും ഒരേ ഗ്ലാസ് ഒരേ പ്ലേറ്റുമായിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം രാത്രിയിൽ റൂമുകളിൽ എത്തിക്കുമ്പോൾ ഒരു സിനിമയിലെ ക്രൂവിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഹോട്ട് കാരിയർ കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഹോട്ട് കാരിയർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം പലപ്പോഴും തണുത്തു പോകുന്നു. ഒക്ടോബർ 1-ാം തീയതി മുതൽ എല്ലാവർക്കും ഹോട്ട് കാരിയർ നിർബന്ധമാക്കിയിട്ടുണ്ട്. താമസിക്കാനുള്ള റൂമുകളുടെ വിവേചനത്തെ കുറിച്ചാണ് പറയുന്നത്. വെന്റിലേഷൻ ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതായത് AC റൂമുകൾ നോൺ AC റൂമായിട്ട് കൊടുക്കുമ്പോൾ വെന്റിലേഷൻ ഉണ്ടാവാറില്ല. അതുപോലെ ഒരു റൂമിൽ 2-ൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്നുണ്ട്. ഇത് എല്ലാം മാറ്റണം. ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു താമസ സൗകര്യം, ക്ലീൻ ആയിട്ടുള്ള താമസ സൗകര്യം ഉണ്ടാവണം. അതിനു വേണ്ടി ഒരു സ്ക്വാഡ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഓരോ ലൊക്കേഷനിൽ പ്രവർത്തിക്കും. അത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മുതൽ എല്ലാ വിഭാഗത്തിലെയും ചീഫ് അസോസിയേറ്റുകൾ അടങ്ങുന്നതായിരിക്കും ആ സ്ക്വാഡ്. ചീഫ് അസോസിയേറ്റുകളും ഇപ്പൊ ഡ്രൈവേഴ്സ് യൂണിയൻ ആണെങ്കിൽ ചീഫ് ആയിരിക്കും, ഔട്ട്ഡോർ യൂണിറ്റ് ആണെങ്കിൽ ചീഫ് ആയിരിക്കും. അപ്പൊ ഈ ചീഫുകളുടെ ഒരു സ്ക്വാഡ് പ്രവർത്തിക്കുകയും ആ ലൊക്കേഷനിലോ ആ ചിത്രീകരണത്തിലോ റൂമിലോ ഭക്ഷണത്തിലോ മറ്റു കാര്യങ്ങളിലോ വിവേചനമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിലിടപെട്ട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഞങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യുന്ന മെസ്സുകൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കുറേയധികം മെസ്സുകൾ വൃത്തിഹീനമാണ് എന്ന് കണ്ടു. ശുദ്ധജലത്തിന്റെ അപര്യാപ്തതയുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് ഒരു നിർദ്ദേശം വെക്കുകയാണ്. സിനിമയിലെ ഭക്ഷണം പാകം ചെയ്യുന്ന മെസ്സുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു താൽക്കാലിക ലൈസൻസിങ് സമ്പ്രദായം ഏർപ്പെടുത്തണം, ചെറിയൊരു ഫീസ് വാങ്ങിച്ചുകൊണ്ട്. അപ്പൊ ഫുഡ് സേഫ്റ്റി മെഷേഴ്സ് ഈ മെസ്സിൽ പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉറപ്പാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ചൂഷണം. അവർക്ക് കൃത്യമായി വേതനം കിട്ടുന്നില്ല, മറ്റു ചൂഷണങ്ങൾ. ഇത് പലപ്പോഴും കോർഡിനേറ്റേഴ്സ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റിനെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതിനൊരു സുതാര്യതയും അതിന് തടയിടാനായി ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ലൈസൻസിങ് സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കുകയാണ്. അടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ലൊക്കേഷനിലെ സ്ത്രീകളോട് ഇടപെടുന്ന ശരീരഭാഷ, ഭാഷ തുടങ്ങിയവ മാത്രമല്ല, മൊത്തമായും ഒരു അവബോധം ജെൻഡർ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് ഉണ്ടാവണം.
അതുകൊണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഫെഫ്ക ഓരോ യൂണിയനും വേണ്ടി ജെൻഡർ സെൻസിറ്റിവിറ്റി വർക്ക്ഷോപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി വർക്ക്ഷോപ്പിൽ പോഷ് ആക്ട്, തൊഴിൽ നിയമങ്ങൾ, തൊഴിലവകാശങ്ങൾ തുടങ്ങിയവയെ കുറിച്ചെല്ലാം വിദഗ്ധർ ക്ലാസ് എടുക്കുന്നതാണ്. ഈ അവബോധം താഴേക്ക് സ്ക്വാഡുകളായി പിന്നീട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. 2008 മുതൽ 2024 വരെയുള്ള കരാറിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഇതിനകം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് സേവന വ്യവസ്ഥയുടെ, സമയവ്യവസ്ഥയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത്, സ്ത്രീ പുരുഷ ഭേദമന്യേ സൈബർ അറ്റാക്കുകൾക്ക് അംഗങ്ങൾ വിധേയരാണ്. അത് പല കാരണങ്ങൾ, ഇൻക്ലൂഡിങ് ഓൺലൈൻ റിവ്യൂസ്, ബോഡി ഷെയ്മിങ് തുടങ്ങിയ കാര്യം. അതിന് പലപ്പോഴും നമുക്ക് നിയമപരമായ ഒരു നടപടിയിലേക്ക് കടക്കാൻ പലരും വിമുഖരാകുന്നുണ്ട്. എന്തിനാണ് ഇതിന് പുറകെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റി, ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും അതിൽ നിയമ നടപടി ഉറപ്പാക്കാനുമുള്ള ഫോളോ അപ്പുകൾ മുഴുവനും ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. ഇതാണ് ഫെഫ്ക മുമ്പോട്ട് വയ്ക്കുന്ന 26 ഇനമുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഇത്രയേറെ ചർച്ചകൾക്ക് ശേഷം ഇങ്ങനെ ചില കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രേഖയാണ്. അത് നമ്മുടെ സിനിമയുടെ വ്യവസായത്തിന്റെ സമൂലമായ നവീകരണത്തിന് ഉതകണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകളും കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്തിനാണ്? ചില ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്കാണ് അത് കേന്ദ്രീകരിക്കപ്പെടുന്നത്. അത് നിർഭാഗ്യകരമാണ്. കാരണം ഒരു തൊഴിലിടമെന്ന നിലയിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ഒരു പഠനം നടത്തിയ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാങ്കത്യത്തെ അങ്ങനെ ചുരുക്കുന്നത് ശരിയാണോ എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട സംഗതിയാണ്. ഇപ്പോ പലരും എന്നോട് പറയാറുണ്ട്, ഇപ്പോ അന്യ സംസ്ഥാനങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ തന്നെ, മറ്റ് ഭാഷകളിലൊക്കെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ, പത്രമാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ എല്ലാം മലയാള സിനിമയെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൽ തുടർന്നുണ്ടായിട്ടുള്ള ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പരമ്പരയുടെയും വെളിച്ചത്തിലാണ്. മലയാള സിനിമ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകളുള്ള, ഏറ്റവും മികച്ച അഭിനേതാക്കളുള്ള, ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരുള്ള, ഏറ്റവും മികച്ച എഴുത്തുകാരുള്ള സിനിമയായിട്ടാണ് മലയാള സിനിമ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ അറിയപ്പെടുന്നു. പക്ഷെ ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റിയും ഈ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള സംവാദങ്ങളും ഇത്തരത്തിലുള്ള തിരുത്തലുകളും മലയാള സിനിമയിലല്ലാതെ ഇന്ത്യയിലെ വേറെ ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നോക്കൂ, ഇതിന് ചുവട് പിടിച്ച് തമിഴ്നാട്ടിൽ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടല്ലോ. അവിടുത്തെ ആക്ടേഴ്സ് അസോസിയേഷൻ, നടികർ സംഘമാണല്ലോ രൂപീകരിച്ചത്. ശ്രീമതി രോഹിണിയാണ് അതിന്റെ അധ്യക്ഷ. അവരെന്താ ചെയ്തത്? എല്ലാവരും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കമ്മിറ്റിയോട് പറയാം. മാധ്യമ ചർച്ച പാടില്ല, പൊതുമണ്ഡലത്തിൽ പോകാൻ പാടില്ല, നിയമവ്യവഹാരത്തിലേക്ക് കടക്കാൻ പാടില്ല. അത്തരത്തിലുള്ള അടഞ്ഞ ഒരു ഇടങ്ങളിലാണ് ഇതിന്റെ തുടർ ചർച്ചകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും വളരെ പ്രോആക്റ്റീവായിട്ടുള്ള ഒരു പങ്കാണ് മാധ്യമങ്ങൾ വഹിച്ചത്. സോഷ്യൽ മീഡിയ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും. എന്നാൽ ഈ ചർച്ചകൾക്ക് ഒരൊറ്റ നിറം മാത്രം നൽകാതെ അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്കും പ്രധാനപ്പെട്ട വശങ്ങളിലേക്കും പോകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. നന്ദി. ഞാൻ നിങ്ങൾ ചെയ്തതെന്നല്ലല്ലോ പറഞ്ഞത്. അത് മാത്രമായി ചർച്ചകൾ ഇതിലേക്ക് പോകുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്തരം കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു വ്യവസായം അതിന്റെ അകത്തുനിന്ന് തന്നെ ഉള്ള ഒരു ചർച്ച ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ വ്യവസായത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ മാധ്യമത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇത് ചർച്ച ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഇതിൽ പലതും ഞങ്ങൾ നടത്തണ്ട. ഇപ്പൊ സർക്കാർ ഞങ്ങൾ കൊടുക്കുന്നത് സർക്കാർ ഇടപെടേണ്ട കാര്യവും ഈ കമ്മിറ്റിയെ കുറിച്ചുള്ള ചില
ഉണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കെല്ലാം തരുന്നുണ്ട്. പൊതുസമൂഹ സംഘടനയുണ്ട്, സർക്കാരിന് വഹിക്കുന്നുണ്ട്, സാംസ്കാരിക വകുപ്പിന് വഹിക്കുന്നുണ്ട്. വനിതാ പ്രാതിനിധ്യം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാ കമ്മിറ്റികളിലും വനിതയുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഒറ്റ വനിതാ ജനറൽ സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനാണ്. വേറെ ഒരു യൂണിയനും വനിതാ ജനറൽ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റും ഇല്ല. അപ്പൊ ഞങ്ങള് നിരന്തരമായി വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭാരവാഹിത്വം വേണമെന്ന് പറയുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ പല കമ്മിറ്റികളിലും ജോയിന്റ് സെക്രട്ടറിമാരായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ട് ഒന്നിലധികം വനിതകൾ ജോയിൻ ചെയ്യണം. ഇവിടെ ഇന്നിപ്പോ തിടുക്കത്തിൽ നടത്തിയ ഇന്നലെയാണ് ഞങ്ങളുടെ ഈ റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷൻ നടന്നത്. ഇപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ജനറൽ കൗൺസിൽ അംഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചില സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയന്റെ വനിതാ അംഗം ഒരു ഭാരവാഹി കൂടിയാണ്, അവരവിടെ ഉണ്ട്. അപ്പോ താങ്കളുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു. ഇവിടെ മുഴുവനും സ്ത്രീകൾ ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് ഞാൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പരാമർശിക്കാതെ പോയതാണ്. റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. സംഘടനാ പ്രവർത്തനത്തിനുള്ള വിമുഖതയാണോ എന്താണെന്ന് അറിയില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയന് മാത്രമാണ് ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വനിതയുള്ളത്. പക്ഷെ അവരിപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവർ പറയുന്നത്. അല്ലല്ല, 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഷൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വിസിറ്റ് ചെയ്ത ലൊക്കേഷൻ ഏതാണ്? ലൂസിഫറാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ താരം, സംവിധാനം ചെയ്യുന്നത് വലിയൊരു താരം, ഏറ്റവും വലിയ പ്രൊഡ്യൂസർ നിർമ്മിക്കുന്നു ഏറ്റവും വലിയൊരു സിനിമ. ഇങ്ങനെ ഒരു സിനിമയാണോ നിങ്ങൾ സാമ്പിളായിട്ട് എടുക്കുന്നത്? ഷൂട്ടിംഗ് കാണാനായിട്ട് ഏറ്റവും പരിമിതികളുള്ള സ്ഥലത്ത് പോകണം നിങ്ങൾ. പല വലിപ്പങ്ങളിലുള്ള സിനിമകൾ കണ്ടാൽ മാത്രമേ അതിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ പഠിക്കണം. അത് ഞാൻ കൃത്യമായിട്ട് ഈ വിശകലന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ദിവസമാണ് പോയി ഈ ലൂസിഫറിന്റെ ഷൂട്ടിംഗ് ആണ്. അന്ന് ചിത്രാഞ്ജലി പോയി ഡബ്ബിംഗ് കണ്ടിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ICC എന്നുള്ളത് ചില സ്ഥലത്തെങ്കിലും അതിന് വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ അത് ഇനിയെങ്കിലും ഉറപ്പാക്കണമല്ലോ. ഈ ഒരു ഘട്ടത്തിലെങ്കിലും അതിന് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മേൽനോട്ടത്തിലാണ്, അത് ചേംബറിന്റെ മേൽനോട്ടത്തിലാണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറയുന്നു ICC നടപ്പിലാകും, കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇനി എന്തെങ്കിലും അതിനകത്ത് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് ചിത്രീകരണം തുടർന്നാൽ മതി. അങ്ങനെ തീരുമാനം നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ റിപ്പോർട്ടിനകത്തുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. റിപ്പോർട്ടിനകത്ത് കൃത്യം നമ്പറുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങൾ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ മതി. ഇത് പറഞ്ഞ തിരുവനന്തപുരം മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ശ്രീമതി ജോളി ചിറ ഏതാണ്ട് ഞങ്ങളുടെ മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും അവർ അഭിനയിക്കുന്നുണ്ട്. ശ്രീമതി സജിത മഠത്തിൽ ഞങ്ങൾ നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചു. കാപ്പ ഞങ്ങൾ നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചു. ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിച്ചു. ജോഷി സാറിന്റെ മകന്റെ പടത്തിൽ അഭിനയിച്ചു. യൂണിയനിൽ അംഗത്വമുണ്ട്. ശ്രീമതി ബീന പോൾ ഞങ്ങളുടെ അംഗമാണ് എഡിറ്റേഴ്സ് യൂണിയനിൽ. അതുപോലെ തന്നെ ശ്രീമതി ഉമ ഞങ്ങളുടെ ക്യുമാക്കിലെ അംഗമാണെന്ന് മാത്രമല്ല, ഈ ചർച്ചകളുടെ സജീവ സാന്നിധ്യമായിരുന്നു. അവരുടെ പല അഭിപ്രായങ്ങളും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനകത്ത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാട് എന്തായാലും ഞങ്ങൾക്ക് ബ്ലാങ്ക് ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാലോ. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതനുസരിച്ചാണ് ബ്ലാങ്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. പരാമർശിക്കപ്പെട്ട എല്ലാ പേരുകളും പുറത്തു വരണം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇത് മാത്രമല്ല, എല്ലാ പേരുകളും പുറത്തു വരണമെന്നാണ്. എല്ലാ പേരുകളും പുറത്തു വരണമെന്നാണ്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പൊ അത് വലിയ രീതിയിലുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള നിയമവ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുകയാണ്.
അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ട്രേഡ് യൂണിയന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ റിപ്പോർട്ടിന്റെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറഞ്ഞത് ചരിത്രപരമായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട്. പക്ഷെ ആ റിപ്പോർട്ടിനെ ഒരു ട്രേഡ് യൂണിയൻ വിലയിരുത്തുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയണ്ടേ, വിമർശനാത്മകമായിട്ട് പറയണ്ടേ? ഒരു കാര്യത്തെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് അത് നിഷ്പക്ഷമല്ല എന്ന് പറയുകയോ അതിനെതിരെ ആരോപണം ഉന്നയിക്കുകയോ അല്ല ചെയ്യുന്നത്. ഈ സ്വീകാര്യം, അതായത് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിൽ ഒരു വലിയ വിമർശനമുണ്ട്. അപ്പൊ മാത്രമേ അത് ക്രിയേറ്റീവ് ആവുകയുള്ളൂ. ഞാൻ എണ്ണമിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ എപ്രകാരം ഫെഫ്കയുടെ പ്രവർത്തനങ്ങളെ ആ കമ്മിറ്റി പരിഗണിച്ചില്ല, അതിനകത്ത് അതിന്റെ ഒരു മെത്തഡോളജിയിൽ എന്തോ പ്രശ്നമുണ്ട്. ഇതൊരു പഠന കമ്മിറ്റിയാണ്. അതിനപ്പുറമോ ഇപ്പുറമോ ഉള്ള ഒരു പ്രസക്തി ആ കമ്മിറ്റി റിപ്പോർട്ടിനില്ല. അപ്പൊ ഒരു പഠനം നടത്തുമ്പോൾ അതിനൊരു മെത്തഡോളജി വേണം, ഒരു രീതിശാസ്ത്രം വേണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അറിയില്ല, ഇന്റൻഷൻ ഒന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. റിപ്പോർട്ടിൽ എന്ത് കണ്ടോ അത് പറഞ്ഞു. കമ്മിറ്റിയുടെ പരാമർശങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഇവിടെ കൂട്ടിയതടക്കമുള്ള പരാമർശങ്ങളിൽ നിന്ന് ഈ മെത്തഡോളജിയെ സംബന്ധിച്ചും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ചും വിവരശേഖരണം നടത്തുക എന്ന് പറയുന്ന ഒരു സമീപനം നിർഭാഗ്യവശാൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതാണ് ഇവിടെ കൂട്ടിയത്. WCCയോട് ക്വസ്റ്റ്യനെയർ മെയിലായിട്ട് അയച്ചു കൊടുത്തു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അയച്ചു തന്നില്ലെന്ന് ഞങ്ങൾ ചോദിച്ചുള്ളൂ. അവർക്ക് അയച്ചു കൊടുക്കരുത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അല്ലേ, നിങ്ങൾ ഈ ഏകപക്ഷീയം എന്നുള്ള വാക്ക് എന്നിലേക്ക് ആരോപിക്കണ്ട. അതിന്റെ മെത്തഡോളജിയിൽ ഇതുണ്ട്, ഈ പ്രശ്നമുണ്ട്. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഞങ്ങളത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യണമായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആ പരിഗണന തരണമായിരുന്നു. ഒരു പഠന റിപ്പോർട്ട് തരണമായിരുന്നു, തന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരാവശ്യപ്പെട്ടു? അവരുടെ സമീപനമാണ്. അല്ല, ഇത് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇപ്പോ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് കൊഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസ് നടപടിയിലേക്ക് അവർ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടണമല്ലോ. ആ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ എത്രത്തോളം പ്രൈവസി ഒരുപക്ഷെ മാധ്യമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അത് വരാതെ സൂക്ഷിച്ചാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് നിയമപരമായ പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകേണ്ടി വരും. അതായിരിക്കാം ആ പ്രഷർ, അത് അവർക്കുണ്ടാകരുത്. ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുമ്പിൽ, ഒരു പഠന കമ്മിറ്റിക്ക് മുമ്പിലാണ് മൊഴി കൊടുത്തത്, ഇത്തരത്തിലുള്ള നിയമവ്യവഹാരത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള ബോധത്തിലാവാം അവരത് പറഞ്ഞത്. പക്ഷെ തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. അല്ല, അത് പറയുന്നുണ്ട്. അത് സർക്കാർ പറയുന്നതാണ്. സർക്കാർ പറയുന്നത് നിയമപ്രകാരവും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ അതിക്രമിക്കുകയോ ലൈംഗികമായി ചൂഷണം ചെയ്യുകയോ ചെയ്താൽ ആദ്യമായി അത് കേസ്, അതായത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളൊരു സംവിധാനം ഏർപ്പെടുത്താൻ
കൊടുക്കാനാവുമോ അല്ലെങ്കിൽ നടികർ സർജറി ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് വാദിക്കാനാവും? ഞാൻ ബാധിച്ചില്ലല്ലോ. ഞാനെന്തോ ബാധിച്ചത്? ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ കമ്മിറ്റിക്ക് മുമ്പിൽ അങ്ങനെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം വന്നാൽ ഞങ്ങൾ പോലീസിനെ അറിയിക്കുന്നില്ലേ പറഞ്ഞിരിക്കുന്നത്. അവിടെ നടികർ സംഘം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഹേമ കമ്മിറ്റിയെ കുറിച്ച് എന്ത് പറയും? അതിനകത്ത് ഇത്തരം കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അപ്പൊ ആ വിമർശനം താങ്കൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ മിനിഞ്ഞാന്ന് നടത്തിയ സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് SIT പോകുമ്പോൾ അതിജീവിതമാരെ മാത്രമല്ല, ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആരുടെ പേരിലാണോ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അവരുടെ പ്രൈവസിയും പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സാമാന്യ നീതിയാണ്. ഇപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കേസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻവിധിയോടുകൂടി നമുക്കതിനെ സമീപിക്കാൻ കഴിയില്ല എന്നിരിക്കില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വലിയ റിസ്ക്കും ഇപ്പൊ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്റെ റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് വായിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ പേരെടുത്ത് ഞാൻ ഒരു വ്യക്തിയെ ഒന്നും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നരേറ്റീവ് അതിനകത്തുമുണ്ട് വെളിയിലുമുണ്ട് എന്നുള്ളത് മാത്രമേ. തീർച്ചയായിട്ടും അത് വായിച്ചറിയാമല്ലോ. എത്ര പേര് യൂണിയന് പുറത്തുള്ളവർ ഇപ്പൊ സിനിമ ചെയ്യുന്നുണ്ടെന്ന് താങ്കൾക്ക് അറിയാം? ഇഷ്ടം പോലെ ആളുകൾ സിനിമ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലല്ല, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ലഹരി മരുന്ന്. അത് നമ്മള് ഇതിനകത്തും ഉണ്ട്, നമ്മളുടെ പ്ലാൻ ഓഫ് ആക്ഷനിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. വലിയ രീതിയിൽ രാസലഹരി, ആൽക്കഹോൾ അല്ലാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് സെറ്റിലെ സമാധാന അന്തരീക്ഷത്തിന്റെ ഭീഷണിയാണ് എന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചില ഇൻസിഡൻസ് സഹിതം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാരവൻ ഓണേഴ്സിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നു. കാരവൻ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ ലഹരി ഉപയോഗമാണ്. അപ്പോൾ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ഞങ്ങളുടെ നിർമ്മാതാക്കളുമായിട്ട് സംസാരിക്കണം. നിർമ്മാതാക്കളും ഫെഫ്റ്റിയും ചേർന്ന് ഈ വിഷയം എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു സെറ്റിലേക്ക് പെട്ടെന്ന് ഒരു പോലീസ് സർവൈലൻസ് ഉണ്ടാവുക എന്നുള്ളതിന് അത്ര അനുകൂലമായ നിലപാടല്ല ഫെഫ്ക എടുത്തിരുന്നത്. അങ്ങനെ സർവൈലൻസ് നടത്തേണ്ട ഒരു തൊഴിലിടമാണ് സിനിമ ഷൂട്ടിംഗ് എന്ന് ഫെഫ്ക കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തു വന്നാലും ഇത്തരത്തിലുള്ള പരാതികൾ നിരന്തരം ഉയരുമ്പോൾ അത് അഡ്രസ് ചെയ്യപ്പെടണം. പക്ഷെ അത് എപ്രകാരം അഡ്രസ് ചെയ്യപ്പെടണം? ഒരു മേഖലയെ ആകെ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്ന പോലെ ആവരുതല്ലോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതിന് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു നടപടിയാണ് വേണ്ടത്. അത് നിർമ്മാതാക്കളുമായിട്ട് ആലോചിച്ച് വേണ്ടത്. ലഹരി ഉപയോഗം എന്ന് പറയുന്നത്, ലഹരി ഉപയോഗം തടയാനായിട്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വയലൻസിലേക്കോ അല്ലെങ്കിൽ അത് ഇറപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട ഒരു സംഗതി വരുന്നത്. ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം എപ്രകാരമോ ആ സെറ്റിൽ തന്നെ അത് പരിഹരിക്കപ്പെടുകയോ സൈലൻസ് ആയിട്ടോ പോവുക ചെയ്യുന്നത്.
ഇപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴും കൂടുതലും സ്ത്രീകളാണ് ഇതിനെക്കുറിച്ച് വേവലാതി പറഞ്ഞത്. അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിപ്പോ ഇന്നത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. നോക്കാം, ഞങ്ങൾ വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സിനിമ എന്ന് പറയുന്നതിന് അതിൽ ഒരു ഏറ്റവും ശക്തമായ ഒരു കലാരൂപമല്ലേ. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മറികടന്ന് സിനിമ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു അവസാനമല്ല, ഇതൊരു പക്ഷെ പുതിയൊരു തുടക്കമായി നമുക്ക് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറയണം എന്ന് ഉണ്ട്. അതായത് നയരൂപീകരണ സമിതി ഈ അവസാന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇതിന്റെ ഡാറ്റ കളക്ഷനും ഈ പോളിസിയുടെ മെയിൻ ഡ്രാഫ്റ്റിംഗും നടത്തുന്നത്. അവരുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചേർന്ന ചർച്ചയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ ആശങ്കകൾ പറഞ്ഞു. തുടർന്ന് ഈ റെഗുലേറ്ററി അതോറിറ്റി മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ ഞങ്ങൾക്ക് ഉണ്ട് ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നയരൂപീകരണ സമിതിയിൽ ഈ ഒരു നയരൂപീകരണ സമിതിക്ക് ഇനി അങ്ങോട്ട് പോളിസിയിൽ എന്തെങ്കിലും ചെയ്യാൻ റോളുകളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ സംഘടനകളെയും കേൾക്കുകയാണ് ചെയ്യുന്നത്. സംഘടനകളെ കേട്ടിട്ട് ആ എക്സ്റ്റേണൽ ഏജൻസി ഒരു ഡാറ്റ ഉണ്ടാക്കുകയും അവരൊരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് സംഘടനകൾക്ക് കൈമാറിയിട്ട് സംഘടനകൾ അതിന്റെ ഭേദഗതി വരുത്തുകയും ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെയാണ് അടുത്തത് കേൾക്കുന്നത്, സാങ്കേതിക പ്രവർത്തകരെയും തൊഴിലാളികളെയുമാണ്. അപ്പൊ എന്റെ സംഘടന ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായി ആ ചർച്ചയിൽ പങ്കെടുക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന് പ്രകാരം ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നെ ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കത്തയച്ചിട്ടുണ്ട്. ഒരു സിറ്റിങ്ങിനായിട്ട് മാത്രം ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പം എനിക്ക് ഈ ഫെഫ്കയുടെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് അതോറിറ്റി, റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അതെന്താണെന്നറിയോ, ഈ തർക്ക പരിഹാരത്തിന് ഇപ്പൊ നമുക്ക് ആർബിട്രേഷൻ ഉണ്ട്. ഇപ്പൊ തർക്ക പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ഒക്കെ കൂടിയാണ് തർക്കം പരിഹരിക്കുന്നത് ഒരു തർക്കമുണ്ടെങ്കിൽ. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അതോറിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ സിനിമ റിലീസ് ആവുമോ എന്നുള്ളതിനെ കുറിച്ച് പോലും സംശയമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്തണമെങ്കിൽ വളരെ കണിശതയോടുകൂടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആണ് ഈ തീരുമാനം എടുത്തത്. ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും എന്നെ ആ കമ്മിറ്റിയിൽ നിലനിർത്തിയ സർക്കാരിനോട് വലിയ നന്ദിയും സ്നേഹവും ഉണ്ട്. അപ്പോ ഈ സംഘടന ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അത് അറിയിക്കാൻ നിർബന്ധിതനായി. ആരോപണമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് സർക്കാരിന്റെ നിലപാടിൽ വന്നല്ലോ. ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ അങ്ങനെയാണെങ്കിൽ പങ്കെടുക്കില്ലല്ലോ. ആരോപണം വന്നിട്ടല്ലേ ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ കമ്മിറ്റിയിലാണ് ഈ എക്സ്റ്റേണൽ ഏജൻസി അതെ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ സമിതിയിൽ ഞാൻ പങ്കെടുക്കുന്നത്? കഴിഞ്ഞ സമിതിയിൽ ഞാൻ പങ്കെടുത്തു. കഴിഞ്ഞ സമിതി പങ്കെടുത്തപ്പോഴാണ് ഈ ഡെവലപ്മെന്റുകൾ ഉണ്ടായത്. എന്റെ സംഘടനയെ പറയുമ്പോൾ സംഘടനയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ നയരൂപീകരണ സമിതിയുടെ ഭാഗമായിട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് ഫെഫ്കെ ആയിട്ടാണ്. എനിക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? എനിക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാനേ പറ്റൂ. എനിക്ക് എന്റെ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നിലപാട് സ്വീകരിച്ചത്. തീരുമാനം അറിയിച്ചു 2 ദിവസമായി. മറുപടിയൊന്നുമില്ല. അത് പിന്നെ നമ്മുടെ തീരുമാനം.
എല്ലാ തീരുമാനം എല്ലാം ഒരു റൂമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോ ഒരു റൂമിൽ തന്നെ, ഒരു ഡബിൾ റൂമിൽ തന്നെ രണ്ടിൽ കൂടുതൽ അത് പക്ഷെ നിർത്തണം. കാരണം ഒരു ടോയ്ലറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അത് നിർമ്മാതാക്കൾക്ക് അത് ഓപ്പൺ ആണ്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെയൊന്നും തൊഴിലാളികളെ കഷ്ടപ്പെടുത്താൻ ഒരു മറുകടത്തിൽ ഒരു നിർമ്മാതാവും തയ്യാറാവില്ല. ഒരു നിർമ്മാതാവും തയ്യാറാവില്ല. അവസാനിപ്പിക്കാൻ കാരവൻ ഓണേഴ്സും ഡ്രൈവേഴ്സുമായിട്ട് സംസാരിച്ചു. ഒളി ക്യാമറ ഒന്നും വെച്ചിട്ടില്ല അതിനകത്ത്. അതിനകത്ത് ഒളി ക്യാമറ ഒന്നുമില്ല. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടുന്ന ജാഗ്രതകളെ പക്ഷെ അതിലും മുൻവിധികളുണ്ടായി. കാരവൻ രാധിക വെളിപ്പെടുത്തിയപ്പോഴത്തേക്കും അത് ഇന്ന സിനിമയിലായിരിക്കും എന്നൊക്കെ ഉള്ള മുൻവിധികളൊക്കെ ഉണ്ടായി. ആ മുൻവിധികളൊക്കെ യാതൊരു അടിസ്ഥാനവും അത് പറയില്ലല്ലോ. അത് ഞങ്ങൾ പറയില്ലല്ലോ. അതെങ്ങനെയാ സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യുന്നത്? അല്ല, സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. ആ സ്വാഭാവികതയാണ് ഞങ്ങള് അസ്വസ്ഥപ്പെടുത്തുന്നത്. അല്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. രാധിക ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു നോക്കിയാൽ മതി. ശ്രീ രഞ്ജി പണിക്കർ പറഞ്ഞത് അദ്ദേഹം തന്നെ പറയട്ടെ. ഈ എസ്പെഷ്യലി ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില പ്രത്യേക വെളിപ്പെടുത്തലുകൾ, അത് അദ്ദേഹം ആ ഒരു വിഷയം മുന്നോട്ട് പറഞ്ഞതുകൊണ്ട് ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടാതെ പോവുകയും ദീർഘകാലം പ്രയത്നിച്ചും പരിശ്രമിച്ചും സിനിമയിൽ അല്ലെങ്കിൽ അത്തരം രംഗങ്ങളിൽ ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന കരിയർ, അയാളുടെ പ്രതിച്ഛായ, ഇതെല്ലാം സമ്പൂർണമായി തകരുകയും അത് ഒരിക്കലും പിന്നീട് അയാൾക്കുണ്ടാവുന്ന തകർച്ച പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ കുറിച്ച് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന്റെ അടിസ്ഥാനം, അതിന്റെ ആധികാരികത എന്നതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുക എന്ന് പറയുന്നത്, സോഴ്സിനെ സംബന്ധിച്ച് അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് പരിശോധന നടത്തുക എന്നുള്ളത് സത്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വം. അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഈ ഏറ്റവും അടിസ്ഥാനരഹിതമാണ് എന്ന് കോടതി ഒബ്സർവ് ചെയ്യുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും അത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്സാഹം ഈ മറുവശം പറയുന്നത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അത്തരമൊരു സമീപനം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സ്വാഗതമാണ്. അല്ല, മാധ്യമങ്ങളാണ്, അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പറഞ്ഞ ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞ വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശത്തിനെ വളരെ സന്തോഷപൂർവ്വം കേൾക്കുന്നതാണ്. ഈ മാധ്യമങ്ങള് ഇതിന്റെ തുടർച്ച നിങ്ങളുടെ, ഞാൻ പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു ഫോളോ അപ്പ് മാധ്യമങ്ങൾ നടത്തിയിട്ടു. തീർച്ചയായിട്ടും അതിന് എന്തെല്ലാം ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ടെങ്കിൽ അതൊരു വലിയ തിരുത്തൽ ശക്തിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട കാര്യത്തിലാണ്. അത് ഞങ്ങളെപ്പോലൊരു സംഘടന ഇത്ര ഗൗരവമായിട്ട് ഈ ഒരു സംഗതിയെ പഠിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെതായ അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഫോളോ അപ്പ് സ്റ്റോറീസ് ചെയ്യണമെന്ന് മാത്രമാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാറുള്ളത്. അത്രയും സംഘടനകൾ ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. എന്താ പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല എന്നുള്ളതല്ലായിരുന്നു, അത് ഇതിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. അങ്ങനെ തന്നെ വിശകലന രേഖ ഉപയോഗിക്കാം. ഞാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്യാം.
കിട്ടാത്തവരെ ഒന്ന് ബന്ധപ്പെട്ട സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം.